ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഫ്രീക്വൻസിയും പീരീഡും തമ്മിലുള്ള റിലേഷൻ ആണ് പഠിച്ചത് അല്ലേ? അത് റെസിപ്രോക്കൽ റിലേഷൻഷിപ്പ് ആണ് നമ്മൾ പറഞ്ഞു. F=1/T. ഇന്ന് നമ്മൾ ട്യൂണിംഗ് ഫോക്സിനെ കുറിച്ചും പിന്നെ നാച്ചുറൽ ഫ്രീക്വൻസിനെ കുറിച്ചും ഒക്കെയാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഞാൻ വായിക്കാം കേട്ടോ. Are in tuning forks used for experiments connected with sound. സൗണ്ടുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള എക്സ്പെരിമെൻറ്റ്സിൽ ട്യൂണിംഗ് ഫോർക്ക് യൂസ് ചെയ്യാറില്ലേ? ഉണ്ട്. ഹാവ് യു നോട്ടീസ് ദ മാർക്കിംഗ് ഓൺ ദം? നിങ്ങൾ ട്യൂണിംഗ് ഫോർക്ക് കണ്ടിട്ടില്ലേ? ലാസ്റ്റ് ഇയറിൽ കാണിച്ചു തന്നിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ ഈ ടെക്സ്റ്റിൽ തന്നൊരു പിക്ചർ ഉണ്ട്. ട്യൂണിംഗ് ഫോർക്ക് ഈ കുട്ടിയുടെ കയ്യിൽ കണ്ടില്ലേ? ഇതാണ് ട്യൂണിംഗ് ഫോർക്ക്. എല്ലാ ട്യൂണിംഗ് ഫോർക്കുമേയും ഒരു നമ്പർ എഴുതിയിട്ടുണ്ടാവും. അത് അതിൻ്റെ ഫ്രീക്വൻസിയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ 256 അതുപോലെ 540 അങ്ങനെ ഓരോരോ ഫ്രീക്വൻസീസ് അതും എഴുതിയിട്ടുണ്ടാവും. ഹാവ് യു നോട്ടീസ് ദ മാർക്കിംഗ്? നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഒബ്സർവ് വേരിയസ് ട്യൂണിംഗ് ഫോക്സ് ആൻഡ് നോട്ട് ഡൗൺ ദ മാർക്കിംഗ് സൗണ്ട്. ദെൻ അപ്പോൾ അതിലുള്ള മാർക്കിങ്സ് ഒക്കെ അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ട്യൂണിംഗ് ഫോർക്ക് കാണിച്ചു തരും. നിങ്ങളപ്പോൾ പൂരിപ്പിച്ചാൽ മതി കേട്ടോ. ഇനി ഈസ് ദർ എനി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ മാർക്കിംഗ് ഓൺ ട്യൂണിംഗ് ഫോർക്ക് ആൻഡ് ഇറ്റ്സ് നമ്പർ ഓഫ് വൈബ്രേഷൻ? ആ ട്യൂണിംഗ് ഫോർക്കുമ്പോഴുള്ള ആ ഒരു മാർക്കിങ്ങും അതിൻ്റെ നമ്പർ ഓഫ് വൈബ്രേഷൻസും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. നമുക്ക് നോക്കാം കേട്ടോ. ട്യൂണിംഗ് ഫോർക്കുമേ എഴുതിയിട്ടുള്ള ആ ഒരു നമ്പർ, ആ ട്യൂണിംഗ് ഫോർക്കിൻ്റെ എന്താണ്? ഫ്രീക്വൻസിയാണ്. എന്താണ് ഫ്രീക്വൻസി എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചു. എന്താണ് ഫ്രീക്വൻസി? നമ്പർ ഓഫ് ഓസിലേഷൻസ് ഇൻ എ സെക്കൻഡ് അല്ലേ? ഒരു സെക്കൻഡിലുള്ള ഓസിലേഷനാണ് ഫ്രീക്വൻസി. അപ്പോൾ അത് തന്നെയാണല്ലോ അതും എഴുതിയിട്ടുള്ളത്. 256 ഹെർട്സ് എന്ന് എഴുതി കഴിഞ്ഞാൽ ഒരു സെക്കൻഡിൽ അത്രയ്ക്കും അത് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഡു യു ഫീൽ പിന്നെ പറഞ്ഞിട്ടുള്ളത് എക്സൈറ്റ് ട്യൂണിംഗ് ഫോക്സ് ഓൺ ഡിഫറെൻറ്റ് ഫ്രീക്വൻസീസ് ഇൻ എ സിമിലർ മാനർ ആൻഡ് ലിസൺ ടു ദ സൗണ്ട്? അതായത് പല പല ഫ്രീക്വൻസിയുള്ള ട്യൂണിംഗ് ഫോർക്ക് നിങ്ങളെ എക്സൈറ്റ് ചെയ്യിപ്പിച്ച് അതിൻ്റെ ശബ്ദം ചെവിയുടെ അവിടെ വെക്കുക. എന്താണ് എക്സൈറ്റ് ചെയ്യിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് എവിടെയെങ്കിലും ഒന്ന് അതിനെ ടാപ്പ് ചെയ്യുക, ഒന്ന് അടിക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ആ ട്യൂണിംഗ് ഫോർക്ക് നിങ്ങളുടെ ചെവിയുടെ അവിടേക്ക് കൊണ്ടുവരുമ്പോൾ ഒരു 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 മൂളുന്ന പോലെ ഒരു ശബ്ദം കേൾക്കും. ഓക്കെ, അപ്പോൾ അത് ഓരോ ട്യൂണിംഗ് ഫോർക്കിനും ഓരോ ഫ്രീക്വൻസി ആയതുകൊണ്ട് തന്നെ ഓരോ ശബ്ദമായിരിക്കും നിങ്ങൾ കേൾക്കുക. ശബ്ദത്തിൻ്റെ ഫ്രീക്വൻസി ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ സിമിലർ മാനറിലുള്ള ശബ്ദമല്ല നിങ്ങൾ കേൾക്കുക, ഒരു ഡിഫറൻസ് അതിനകത്ത് ഫീൽ ചെയ്യും. ഡു യു ഫീൽ എനി ഡിഫറൻസ്? യെസ്. ഓക്കെ, നോട്ട് ദ ഫ്രീക്വൻസി മാർക്ക്ഡ് ഓൺ ഈച്ച് ഓഫ് ദം. Isn't the difference in the frequency reason for the difference in the sound? അതായത് reason for the change in അതായത് ഈ സൗണ്ടിലുള്ള വ്യത്യാസം നമ്മൾ പറഞ്ഞില്ലേ, സൗണ്ടിന് വ്യത്യാസം ഉണ്ടാവുമെന്ന് പറഞ്ഞില്ലേ, അതിനുള്ള കാരണം എന്താണ്? ഫ്രീക്വൻസിയിലുള്ള വ്യത്യാസം തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടേബിളാണ് ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. ഒരു ഒബ്ജക്റ്റ് ഫ്രീ ആയിട്ട് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ അതിന് ഓൾറെഡി ഒരു ഇന്നേറ്റ് ഫ്രീക്വൻസി ഉണ്ട്. ആ ഫ്രീക്വൻസിയിലാണ് അത് വൈബ്രേറ്റ് ചെയ്യുക. അതിനെയാണ് അതിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അതായത് കണ്ടില്ലേ, നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് എൻ ഒബ്ജക്റ്റ് എന്താണെന്നാണ് നമ്മൾ പറയാൻ പോണത്. വെൻ എൻ ഒബ്ജക്റ്റ് വൈബ്രേറ്റ്സ് ഫ്രീലി, ഒരു ഒബ്ജക്റ്റ് ഫ്രീ ആയിട്ട് വൈബ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വൈബ്രേറ്റ്സ് ഇൻ ഇറ്റ്സ് ഇന്നേറ്റ് ഫ്രീക്വൻസി. അതിന് ഓരോ ഒബ്ജക്റ്റിനും ഒരു ഫ്രീക്വൻസി ഉണ്ട്. ആ ഫ്രീക്വൻസിയിലാണ് ആ ഒബ്ജക്ട്സ് വൈബ്രേറ്റ് ചെയ്യുക. ഇതിനെയാണ് ദ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് എൻ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നാച്ചുറൽ ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്യണമെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റ് ഫ്രീ ആയിട്ട് വൈബ്രേറ്റ് ചെയ്യണം. ഓക്കെ, നമ്മൾ ഫോഴ്സ് ചെയ്ത് വൈബ്രേറ്റ് ചെയ്യിക്കാതെ അത് ഫ്രീലി വൈബ്രേറ്റ് ചെയ്യുന്ന ഒബ്ജക്റ്റ് ആയിരിക്കണം. ഇനി ഈ നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറയുന്ന സംഭവത്തിനെ എന്തൊക്കെ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അടുത്ത പോയിന്റ്. ദ ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് എൻ ഒബ്ജക്റ്റ്. കുറേ ഫാക്ടേഴ്സ് ഉണ്ട്, നമുക്കൊരു 4 പോയിന്റ്സ് എങ്കിലും അറിയണം. അപ്പോൾ നിങ്ങൾ ഈ 4 പോയിന്റ്സ് മനസ്സിൽ വെക്കുക. ഒരു ഒബ്ജക്റ്റിൻ്റെ നീളം, ലെങ്ത് ഓഫ് ദി ഒബ്ജക്റ്റ്, സൈസ് ഓഫ് ദി ഒബ്ജക്റ്റ്, അത് എത്രത്തോളം വലിപ്പമുണ്ട്, ഇലാസ്റ്റിസിറ്റി, അതിൻ്റെ ഇലാസ്തികത, നേച്ചർ ഓഫ് ദ മെറ്റീരിയൽ. നേച്ചർ ഓഫ് ദ മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് ആണോ, ഗ്ലാസ് ആണോ, മെറ്റൽ ആണോ, വുഡ് ആണോ, അതൊക്കെയാണ് നേച്ചർ അല്ലേ, മെറ്റീരിയലിൻ്റെ സ്വഭാവം. ഇതൊക്കെ
ഇതൊക്കെ എന്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്? നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ആൻ ഒബ്ജക്റ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. ഓക്കെ, അപ്പോൾ ഇതും ഒന്ന് അറിഞ്ഞു വയ്ക്കുക. Change in any of these factors will affect the natural frequency of an object. അതായത് നീളത്തിലോ വലിപ്പത്തിലോ ഇലാസ്റ്റിസിറ്റിയിലോ അല്ലെങ്കിൽ നേച്ചർ ഓഫ് ദ മെറ്റീരിയലിലോ ഒക്കെ വ്യത്യാസം വരുമ്പോൾ അതിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസിക്കും എന്ത് സംഭവിക്കുന്നുണ്ട്? വ്യത്യാസം സംഭവിക്കുന്നുണ്ട്. ഇവിടെ ഒരു കുട്ടി കാര്യമായിട്ട് എന്തോ ചിന്തിക്കുന്നുണ്ട്. എന്താ ചിന്തിക്കണേ? ഡു ഓൾ ഒബ്ജക്ട്സ് വൈബ്രേറ്റ് ഓൺലി ഇൻ ദ നാച്ചുറൽ ഫ്രീക്വൻസി? എല്ലാ ഒബ്ജക്ട്സും അതിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസിയിൽ തന്നെയാണോ വൈബ്രേറ്റ് ചെയ്യുക? അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു ഒബ്ജക്റ്റിനെ ഫ്രീലി വൈബ്രേറ്റ് ചെയ്യാൻ നമ്മൾ വിടുകയാണെങ്കിൽ അത് അതിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസിയിലായിരിക്കും വൈബ്രേറ്റ് ചെയ്യുക. പക്ഷേ എപ്പോഴും ഒരു ഒബ്ജക്റ്റ് ഫ്രീലി അല്ല വൈബ്രേറ്റ് ചെയ്യുക, അല്ലേ? ഫോഴ്സ് ചെയ്തിട്ട് വൈബ്രേറ്റ് ചെയ്യിക്കുന്ന പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആൻഡ് റെസൊണൻസ്. ഓക്കെ, റെസൊണൻസിൻ്റെ മലയാളത്തിൽ അനുനാദം എന്നാണ് പറയാം. Forced vibration and resonance. Have you ever felt the vibration of the table when a mixie kept on the table works? അതായത് അവർ ചോദിക്കുന്നത്, ഒരു മിക്സി നിങ്ങളിങ്ങനെ ഓൺ ആക്കിയിട്ട് ടേബിളുമ്മ വെച്ച് പ്രവർത്തിപ്പിക്കുകയാണ്. അപ്പോൾ ആ ടേബിളുമ്മ നിങ്ങൾ കൈ വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ആ ടേബിളുമ്മ ഒരു വൈബ്രേഷൻ ഫീൽ ചെയ്യാറില്ലേ? ഓഫ് കോഴ്സ് നമുക്കുണ്ട്. അതുപോലെ തന്നെ വലിയ വലിയ ശബ്ദങ്ങൾ, ഇപ്പോൾ ഇടിവെട്ട് അല്ലെങ്കിൽ വെടിക്കെട്ട്, ഇതൊക്കെ നടക്കുമ്പോൾ നമ്മളുടെ ഗ്ലാസും നമ്മളുടെ ബിൽഡിങ്ങും ഒക്കെ കുലുങ്ങുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഒരു വൈബ്രേഷൻ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്, അല്ലേ? യെസ്. എക്സൈറ്റ് ട്യൂണിംഗ് ഫോർക്ക് ആൻഡ് ലിസൺ ടു ഇറ്റ്. ഒരു ട്യൂണിംഗ് ഫോർക്ക് എക്സൈറ്റ് ചെയ്തിട്ട് അതൊന്ന് ശ്രദ്ധിക്കുക. What is the change in the sound heard when the stem of the excited tuning fork is pressed on the table? What would be the reason for the sound being louder? അതായത് ഒരു ട്യൂണിംഗ് ഫോർക്ക് എക്സൈറ്റ് ചെയ്യിച്ചിട്ട് അത് ടേബിളിൽ വെച്ചിട്ട് നിങ്ങൾ അതിൻ്റെ ശബ്ദം കേട്ട് നോക്കുക. അപ്പോൾ അതിൻ്റെ ശബ്ദം കൂടുന്നതായിട്ട് തോന്നും. അപ്പം എന്തായിരിക്കും അതിൻ്റെ കാരണം? അപ്പം എന്താ പറയുന്നത്? നിങ്ങൾ ആ ട്യൂണിംഗ് ഫോർക്ക് എക്സൈറ്റ് ചെയ്തതിന് ശേഷം അത് എവിടെ വെക്കാനാണ് പറയുന്നത്? ബെഞ്ചുമ്മേ, നിങ്ങളുടെ ബെഞ്ചുമ്മേ അല്ലെങ്കിൽ ടേബിളുമ്മേ വെച്ചിട്ട് ആ വോയിസ് ഒന്ന് കേട്ട് നോക്കൂ. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ആ വോയിസിൽ ഒരു വർധനവുണ്ടാവും. ദർ ഇസ് എൻ ഇൻക്രീസ് ഇൻ ദ സൗണ്ട്. ഓക്കെ, അതായത് ഒന്നും കൂടെ ലൗഡർ ആവും. അതിൻ്റെ റീസൺ എന്തായിരിക്കും അത് നമുക്ക് നോക്കാം. ഇൻ ദിസ് കേസ് ദ സൗണ്ട് ബിക്കേം ലൗഡർ ബിക്കോസ് ദ ടേബിൾ ഓൾസോ വൈബ്രേറ്റഡ് അലോങ് വിത്ത് ദ ട്യൂണിംഗ് ഫോർക്ക്. അല്ലേ, നമ്മൾ ട്യൂണിംഗ് ഫോർക്ക് എക്സൈറ്റ് ചെയ്തിട്ട് ടേബിളുമ്മ വെക്കുകയുണ്ടായത്. അപ്പോൾ എന്താ ഉണ്ടായത്? ടേബിളിൻ്റെ ഒപ്പം ട്യൂണിംഗ് ഫോർക്കിൻ്റെ ഒപ്പം ടേബിളും കൂടെ വൈബ്രേറ്റ് ചെയ്തു. ആ വൈബ്രേഷനിലൂടെ എന്താണ്? സൗണ്ട് പ്രൊഡ്യൂസ് ആയി. അപ്പോൾ രണ്ട് സൗണ്ടും കൂടിയിട്ട് എന്താണ്? കുറച്ചും കൂടെ ലൗഡർ സൗണ്ടായിട്ട് നമുക്ക് കേൾക്കാൻ പറ്റി. അപ്പോൾ ഇനി നമുക്ക് ആ ബോക്സിൽ എഴുതിയിട്ടുള്ളത് വായിക്കാം, വിച്ച് ഇസ് ഇമ്പോർട്ടൻറ്റ്. എന്താണ്? ഫോഴ്സ്ഡ് വൈബ്രേഷൻ. അതായത് ഇപ്പോൾ നമ്മൾ എന്താ ചെയ്തേ? ഒരു ഒബ്ജക്റ്റ് എടുത്തു, ഇപ്പോൾ എക്സാമ്പിൾ ട്യൂണിംഗ് ഫോർക്ക് എടുത്തു, എന്നിട്ട് അതിനെ വൈബ്രേറ്റ് ചെയ്യിച്ചിട്ട് ആ വൈബ്രേഷൻ കൊണ്ട് ടേബിളുമ്മ വെച്ചു. അപ്പോൾ ഈ ട്യൂണിംഗ് ഫോർക്ക് കാരണം ടേബിളും വൈബ്രേറ്റ് ചെയ്തു, അല്ലേ? അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി ഞാൻ ആ ഡെഫിനേഷൻ വായിക്കാം. ഫോഴ്സ്ഡ് വൈബ്രേഷൻ ഈസ് ദ വൈബ്രേഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് ഇൻഡ്യൂസ്ഡ് ബൈ ആൻ എക്സ്റ്റേണൽ വൈബ്രേറ്റിംഗ് ഒബ്ജക്റ്റ്. എന്താണ്? ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആണ് നമ്മളിവിടെ പഠിക്കുന്നത്. ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്ന് പറയുന്നത് ഈസ് ദ വൈബ്രേഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് ഇൻഡ്യൂസ്ഡ് ബൈ. ഇൻഡ്യൂസ് ചെയ്യിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ചെലുത്തുക, അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ്, ഒരു സംഭവം കാരണം മറ്റൊരു ഒരു ഒബ്ജക്റ്റ് കാരണം മറ്റൊരു ഒബ്ജക്റ്റിനെ വൈബ്രേറ്റ് ചെയ്യിപ്പിക്കുക. ഓക്കെ, അതാണ് ഇൻഡ്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെലുത്തുക എന്നൊരു മീനിങ് ആണ്. ഓക്കെ, വൈബ്രേഷൻ, ഫോഴ്സ്ഡ് വൈബ്രേഷൻ ഈസ് ദ വൈബ്രേഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് ഇൻഡ്യൂസ്ഡ് ബൈ എക്സ്റ്റേണൽ വൈബ്രേറ്റിംഗ് ഒബ്ജക്റ്റ്. മറ്റൊരു വൈബ്രേഷൻ ഉള്ള ഒബ്ജക്റ്റ് എന്താണ് എന്താ പറയുക, നമ്മളതിനെ മറ്റൊരു ഒബ്ജക്റ്റ് വൈബ്രേറ്റ് ചെയ്യുന്നു, അത് കാരണം അത് കൊണ്ടുവച്ചപ്പോൾ അതിൽ നിന്നുള്ള വൈബ്രേഷൻ ആക്സെപ്റ്റ് ചെയ്തിട്ട് ഈ ഒരു ടേബിളും വൈബ്രേറ്റ് ചെയ്യുന്നു, അതിൻ്റെ കൂടെ വൈബ്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതിനെയാണ് എന്ത് പറയുക? ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്ന് പറയാം.
അപ്പോൾ എന്താണ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ? ഇസ് എ വൈബ്രേഷൻ ഓഫ് എൻ ഒബ്ജക്റ്റ് ഇൻഡ്യൂസ്ഡ് ബൈ ആൻ എക്സ്റ്റേണൽ വൈബ്രേറ്റിംഗ് ഒബ്ജക്റ്റ്. ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എനിക്ക് ആ ഇൻഡ്യൂസ്ഡിൻ്റെ എക്സാക്റ്റ് വാക്ക് മലയാളത്തിൽ കിട്ടുന്നില്ല. ഇൻഡ്യൂസ് ചെയ്യിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയില്ലേ, ഞാൻ പറഞ്ഞ വാക്ക് കറക്റ്റാണ്, ചെലുത്തുക എന്നുള്ളത്. പക്ഷെ കുറച്ചും കൂടെ നല്ലൊരു മലയാളം വേർഡ് വേണമായിരുന്നു. എനിവേ, മനസ്സിലായില്ലെങ്കിൽ ചോദിച്ചാൽ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ എന്താണ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ? ഫോഴ്സ്ഡ് വൈബ്രേഷൻ ഈസ് ദ വൈബ്രേഷൻ ഓഫ് എൻ ഒബ്ജക്റ്റ് ഇൻഡ്യൂസ്ഡ് ബൈ ആൻ എക്സ്റ്റേണൽ വൈബ്രേറ്റിംഗ് ഒബ്ജക്റ്റ്. എക്സ്റ്റേണലി വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഒബ്ജക്റ്റ് ഇൻഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് മറ്റൊരു ഒബ്ജക്റ്റ് വൈബ്രേറ്റ് ചെയ്യുന്നു. ഓക്കെ, മറ്റൊരു ഒബ്ജക്റ്റ് ഒരു ഇൻഡക്ഷനിലൂടെ വൈബ്രേറ്റ് ചെയ്യുന്നു. അതാണ് സംഭവം. ഫോഴ്സ്ഡ് വൈബ്രേഷൻ ഈസ് എ വൈബ്രേഷൻ ഓഫ് എൻ ഒബ്ജക്റ്റ് ഇൻഡ്യൂസ്ഡ് ബൈ ആൻ എക്സ്റ്റേണൽ വൈബ്രേറ്റിംഗ് ഒബ്ജക്റ്റ്. മനസ്സിലായോ? ഇനി അവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. എന്താണ്, ഒരു വുഡിൽ കുറച്ച് എന്താണ് ഹാക്സോ ബ്ലേഡ്സ് ആണ് അത് കേട്ടോ. ABCDE എന്ന് പറഞ്ഞ് ഇങ്ങനെ വെച്ചിട്ടില്ലേ, ഇതൊക്കെ ഹാക്സോ ബ്ലേഡ്സ് ആണ്. അപ്പോൾ ഒരു വുഡിൻ്റെ ഒരു മരക്കട്ടി, അതിൽ ഹാക്സോ ബ്ലേഡ്സ് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിൽ എയും സിയും ഇയും എന്താണ്, സെയിം ഹൈറ്റിലാണ് നിൽക്കുന്നത്. ബിയും ഡിയും എഫും അത് ഡിഫറെൻ്റ് ആയിട്ട് അവരും സെയിം ഹൈറ്റിൽ തന്നെയാണ് നിൽക്കുന്നത് അല്ലേ? നോക്കിക്കോളൂ, നമുക്ക് വായിക്കാം. ട്രൈ ദ ആക്ടിവിറ്റീസ് ഗിവൺ ബിലോ യൂസിംഗ് ദ ഡിവൈസ് ഇൻ വിച്ച് 2 sets of 3 identical hacksaw blades each of length about 13 cm and 17 cm are fixed between 2 wooden blocks. 2 wooden blocks എടുത്തിട്ട് ഈ ചെറുതിനെല്ലാത്തിനും 13 സെൻറ്റിമീറ്ററും വലിയ ഹാക്സോ ബ്ലേഡ്സിനൊക്കെ 17 സെൻറ്റിമീറ്റർ ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. പിന്നെ നമുക്ക് നോക്കാം. എക്സൈറ്റ് ദ ഹാക്സോ ബ്ലേഡ് എ ബൈ ടാപ്പിംഗ് വിത്ത് യുവർ ഫിംഗർ. ഓക്കെ, അപ്പോൾ ഈ ഹാക്സോ ബ്ലേഡ് എനെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഫിംഗർ വെച്ച്, കൈ വെച്ച് ജസ്റ്റ് ഒന്ന് വലിച്ചു വിടുക, സൈഡിലേക്ക് ഒന്ന് തട്ടുക, അത്രേ ഉള്ളൂ. അപ്പോൾ എന്താ സംഭവിക്കുക? ഒരു കാര്യം അറിയാം, ഇയാൾ എന്തായാലും വൈബ്രേറ്റ് ചെയ്യും അല്ലേ, എ എന്തായാലും വൈബ്രേറ്റ് ചെയ്യും. അപ്പോൾ എന്താ സംഭവിക്കുക നമുക്ക് ഞാൻ പറഞ്ഞു തരാം. എന്തായാലും നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇതും എല്ലാ ഹാക്സോ ബ്ലേഡ്സും എന്താണ്, വൈബ്രേറ്റ് ചെയ്യും. കാരണം ഇത് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് വുഡൻ ബ്ലോക്കിലാണ്. ഇവരെല്ലാവരും വുഡൻ ബ്ലോക്കിൽ തന്നെയാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ഇത് അറ്റാച്ച്ഡ് ആയതുകൊണ്ട് ഇവരെല്ലാവരും വൈബ്രേറ്റ് ചെയ്യും. ഓക്കെ, ഇവിടെ ഓൺലി എ വൈബ്രേറ്റ്സ് ആണോ അതോ ഓൾ ബ്ലേഡ്സ് വൈബ്രേറ്റ് ആണോ? എല്ലാ ബ്ലേഡുകളും വൈബ്രേറ്റ് ചെയ്യും. ഓക്കെ, ഇനി ആർ ഓൾ ദ ബ്ലേഡ്സ് വൈബ്രേറ്റിംഗ് വിത്ത് ദ സെയിം ആംപ്ലിറ്റ്യൂഡ്? എല്ലാ ബ്ലേഡുകളും ഒരേ ആംപ്ലിറ്റ്യൂഡിലാണോ വൈബ്രേറ്റ് ചെയ്യുന്നത് എന്നതാണ്. അല്ല, ഡിഫറെൻ്റ് ആണ്. നോ ആണ് ആൻസർ കേട്ടോ. നോ ആണ് ആൻസർ. വിച്ച് ഓഫ് ദം വൈബ്രേറ്റ്സ് വിത്ത് മാക്സിമം ആംപ്ലിറ്റ്യൂഡ്? ഏറ്റവും കൂടുതൽ ആംപ്ലിറ്റ്യൂഡിൽ ആരാണ്? എന്താണ് ആംപ്ലിറ്റ്യൂഡ്? ഇപ്പോൾ ഇതാണ് ആ ഹാക്സോ ബ്ലേഡ് എങ്കിൽ ഇത് ഇങ്ങനെ നമ്മൾ വലിച്ച് ഇങ്ങോട്ട് ജസ്റ്റ് വലിച്ചു വിടും, അല്ലെങ്കിൽ ജസ്റ്റ് തട്ടുമല്ലോ നമ്മൾ. അപ്പോൾ ഇത് ഇങ്ങോട്ടും 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 ഇങ്ങനെ എന്താണ്, വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് എത്രത്തോളം പോകുന്നു അതിൻ്റെ മാക്സിമം ഈ ഡിസ്പ്ലേസ്മെൻറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? യെസ്, ഡിസ്പ്ലേസ്മെൻറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയാം. ഓക്കെ, അത് നിങ്ങൾക്കറിയാലോ, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതിൽ ആർക്കായിരിക്കും മാക്സിമം ആംപ്ലിറ്റ്യൂഡ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ പറയാം, ആർക്കാണ്? സിക്കും ഇക്കുമായിരിക്കും മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ഉണ്ടാവുക. എ ആണ് നമ്മൾ ടാപ്പ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്യുക സി ആൻഡ് ഇ ആണ്. ഓക്കെ, സിയും ഇയും. അപ്പം അതിൻ്റെ റീസൺ എന്തായിരിക്കും? ഇ ആണ് കേട്ടോ അത്. ആഫ്റ്റർ ഓൾ ദ ബ്ലേഡ്സ് ഹാവ് സ്റ്റോപ്ഡ് വൈബ്രേറ്റിംഗ്. ഇനി വൈബ്രേഷനൊക്കെ നിന്നതിന് ശേഷം എക്സൈറ്റ് ബി ആൻഡ് റെക്കോർഡ് ദ ഒബ്സർവേഷൻ ഇൻ ദ സയൻസ് ഡയറി. അപ്പോൾ ഇതിൻ്റെ വൈബ്രേഷനൊക്കെ നിന്നതിന് ശേഷം പിന്നെ ബി വൈബ്രേറ്റ് ചെയ്യിക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താണ് ഒബ്സർവ് ചെയ്തത് എന്ന് വെച്ചാൽ അത് നോക്കുക. അപ്പോൾ എന്താണ്, ബി വൈബ്രേറ്റ് ചെയ്യിക്കുമ്പോൾ എല്ലാതും വൈബ്രേറ്റ് ചെയ്യും, എല്ലാ അതർ ഹാക്സോ ബ്ലേഡ്സ് വൈബ്രേറ്റ്, ബട്ട് ഡി ആൻഡ് എഫ്, ബിയുടെ ഒപ്പം നിൽക്കുന്ന ഡി ആൻഡ് എഫ് വൈബ്രേറ്റ്സ് വിത്ത് മാക്സിമം ആംപ്ലിറ്റ്യൂഡ്.
when the blade A vibrates, why the hacksaw blades C and E vibrate with maximum amplitude? എന്തായിരിക്കും കാരണം? അതായത് എ വൈബ്രേറ്റ് ചെയ്തപ്പോൾ സിയും ഇയും നന്നായിട്ട് വൈബ്രേറ്റ് ചെയ്തു, ബി വൈബ്രേറ്റ് ചെയ്തപ്പോൾ ഡിയും എഫും നല്ല ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്തു. അപ്പോൾ ഇതിൽ റീസൺ എന്തായിരിക്കും? നമുക്ക് നോക്കാം. സിൻസ് ദ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് സി ആൻഡ് ഇ ആർ ഈക്വൽ ടു ദ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് എ, ദേ വൈബ്രേറ്റ് വിത്ത് മാക്സിമം ആംപ്ലിറ്റ്യൂഡ്. കണ്ടോ, നമ്മൾ നാച്ചുറൽ ഫ്രീക്വൻസി എന്താണെന്ന് പഠിച്ചിട്ടുള്ളതാണ് അല്ലേ? ഒരു ഒബ്ജക്റ്റിനെ ഫ്രീലി വൈബ്രേറ്റ് ചെയ്യാൻ വിടുകയാണെങ്കിൽ അത് വൈബ്രേറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസി അതിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസി ആയിരിക്കും അല്ലേ? അപ്പോൾ എ നമ്മൾ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തു, അതിനെ ഫ്രീലി വൈബ്രേറ്റ് ചെയ്യാൻ വിട്ടു. അതിനുശേഷം നോക്കിയപ്പോൾ അതേ നാച്ചുറൽ ഫ്രീക്വൻസി ഉള്ളവരാണ് സിയും ഇയും. കാരണം എന്താണ്? ദേ ആർ സെയിം മെറ്റീരിയൽ. നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. നാച്ചുറൽ ഫ്രീക്വൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് സെയിം മെറ്റീരിയൽ സെയിം ആവണം, അതുപോലെ അതിൻ്റെ ലെങ്ത്ത്, അതിൻ്റെ ബ്രെഡ്ത്ത്, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു സൈസ് അല്ലേ? അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എയും സിയും ഇയും ഐഡൻറ്റിക്കൽ ആണ് അല്ലേ? അപ്പോൾ എയുടെയും സിയുടെയും ഇയുടെയും ഒക്കെ നാച്ചുറൽ ഫ്രീക്വൻസി എന്തായിരിക്കും? സെയിം ആയിരിക്കും. ആസ് എ റിസൾട്ട് എ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ സിയും ഇയും അവരുടെ നാച്ചുറൽ ഫ്രീക്വൻസി അത് തന്നെ ആയതുകൊണ്ട് ദേ ഓൾസോ വൈബ്രേറ്റ് വിത്ത് മാക്സിമം ആംപ്ലിറ്റ്യൂഡ്. അതാണ് സംഭവിച്ചത്. ഓക്കെ, നമുക്കിവിടെ വായിക്കാം. കാണുന്നുണ്ടോ? ഇപ്പം ഞാൻ വായിച്ചത് ഇതാണ്. സിൻസ് ദ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് സി and E are equal to the natural frequency of A, they vibrate with maximum amplitude. In E box ആണ്. If the natural frequency of the forcing object and that of the forced object are equal, the objects are said to be in resonance. അപ്പോൾ നമ്മൾ resonance എന്ന് പറയുന്ന പുതിയ ടേം പഠിക്കുകയാണ്. ഓക്കെ, ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്താണെന്ന് ആദ്യമേ പഠിച്ചു. ഇപ്പൊ പഠിക്കുന്നതാണ് റെസണൻസ്. എന്താണ് റെസണൻസ്? ഇഫ് ദ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ഫോഴ്സിങ് ഒബ്ജക്ട്സ്, ഒരു ഒബ്ജക്റ്റ് ഫോഴ്സ് ചെയ്യുന്നു, ആ ഒബ്ജക്റ്റിന്റെ നാച്ചുറൽ ഫ്രീക്വൻസിയും ഫോഴ്സ് ചെയ്യപ്പെട്ട ഒബ്ജക്റ്റിന്റെ നാച്ചുറൽ ഫ്രീക്വൻസിയും ഈക്വൽ ആയാൽ the objects are said to be in resonance. രണ്ട് ഒബ്ജക്ട്സും റെസണൻസിലാണ് എന്ന് പറയാനായിട്ട് സാധിക്കും. ഈ റെസണൻസിൽ ഇരിക്കുന്ന ഒബ്ജക്ട്സിന്റെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ they vibrate with maximum amplitude. Okay, the objects undergoing resonance will vibrate with maximum amplitude. This is very important. അപ്പോൾ ഇത് എന്താണെന്ന് വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. ഒരു ഒബ്ജക്റ്റ് ഫോഴ്സ് ചെയ്യിക്കുന്നുണ്ടാവും അല്ലേ? മറ്റൊരു ഒബ്ജക്റ്റ് ആണ് ഫോഴ്സ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഈ ഫോഴ്സ് ചെയ്യുന്ന ഒബ്ജക്റ്റിന്റെ നാച്ചുറൽ ഫ്രീക്വൻസിയും ഫോഴ്സ് ചെയ്യപ്പെടുന്ന ഒബ്ജക്റ്റിന്റെ നാച്ചുറൽ ഫ്രീക്വൻസിയും ഈക്വൽ ആയാൽ the objects are said to be in resonance. അപ്പോൾ ആ രണ്ട് ഒബ്ജക്ട്സും വൈബ്രേറ്റ് ചെയ്യും. അവർ രണ്ടുപേരും ഉള്ള ആ അവസ്ഥയെ വിളിക്കുന്ന പേരാണ് റെസണൻസ് എന്നത്. ഓക്കെ, അപ്പൊ റെസണൻസിൽ ഇരിക്കുന്ന ഒബ്ജക്ട്സിന്റെ പ്രത്യേകത ദേ വിൽ വൈബ്രേറ്റ് വിത്ത് മാക്സിമം ആംപ്ലിറ്റ്യൂഡ്. മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ അവർ വൈബ്രേറ്റ് ചെയ്യും. അപ്പൊ മനസ്സിലായില്ലേ? ഓക്കെ, ഇനി ഇവിടെ ഒരു എക്സ്പെരിമെന്റ് കൊടുത്തിട്ടിട്ട് നമുക്ക് അതും കൂടെ വായിച്ചിട്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. Immerse in water a PVC pipe of about 50 cm length and 4 cm, അതായത് 1.5 ഇഞ്ച് ഡയാമീറ്റർ. അപ്പോൾ 1.5 ഇഞ്ച് ഡയാമീറ്റർ അല്ലെങ്കിൽ 4 സെന്റിമീറ്റർ ഡയാമീറ്ററും 50 സെന്റിമീറ്റർ നീളമുള്ള ഒരു PVC പൈപ്പ് വെള്ളത്തിൽ മുക്കുക. ദാ ഈ കുട്ടി കാണിച്ചിട്ടില്ലേ അതുപോലെ. Excite a tuning fork of frequency 512 Hz and hold it close to the mouth of the pipe. അപ്പോൾ ഒരു എന്താണ് ഈ കുട്ടിയുടെ ഈ കയ്യിൽ എന്താ ട്യൂണിങ് ഫോർക്ക് ഉണ്ട് അല്ലേ? ഇത് 512 ഹെർട്സിൻ്റെ ഒരു ട്യൂണിങ് ഫോർക്കാണ്. അത് എക്സൈറ്റ് ചെയ്യിച്ചിട്ട് ഈ പൈപ്പിൻ്റെ മൗത്തിൽ കൊണ്ടുപിടിക്കുക. വാരി ദ ലെങ്ത് ഓഫ് ദി എയർ കോളം ഇൻസൈഡ് ദ പൈപ്പ് by gradually raising both the tuning fork and the pipe. അതായത് ഈ പൈപ്പ് ഉണ്ടല്ലോ, ഈ പൈപ്പ് എങ്ങനെയാ, ഇത് എന്താ എയർ കോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ഈ എയർ അതിൻ്റെ ഹൈറ്റ് ഡിഫറെൻ്റ് ആക്കാനാണ് പറയുന്നത്. അപ്പോൾ അതെങ്ങനെ ഡിഫറെൻ്റ് ആക്കുക? ഈ പൈപ്പ് മുകളിലേക്ക് പൊക്കുക ഓർ താഴത്തേക്ക് പൊക്കുക, അപ്പോഴാണ് അതിൻ്റെ എയർ കോളം ഡിഫറെൻ്റ് ആവുക. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ആരെയും കൂടെ ചേഞ്ച് ചെയ്യണം, ഈ ട്യൂണിങ് ഫോർക്ക് അതിൻ്റെ ഒപ്പം തന്നെ കൊണ്ടുപോകണം. ഓക്കെ, അപ്പോൾ
എന്താ പറയുന്നത്, vary the length of the air column inside the pipe by gradually raising both the tuning fork and the pipe. മനസ്സിലായല്ലോ? Don't you hear a louder sound at a particular stage? ഒരു പർട്ടിക്കുലർ സ്റ്റേജിൽ, അതായത് നമ്മളിത് ഇങ്ങനെ താഴത്തേക്കും മുകളിലേക്കും ഒക്കെ മാറ്റി നോക്കിയപ്പോൾ ഒരു പർട്ടിക്കുലർ സ്റ്റേജിൽ നല്ല വോയിസ് കേൾക്കുന്നു. Don't you hear a louder voice, a louder sound at a particular stage? What could be the reason for this? Okay, എന്തായിരിക്കും റീസൺ? നിങ്ങൾക്ക് ഇപ്പൊ പറയാവുന്നതേ ഉള്ളൂല്ലോ. യെസ്, ഇത് ഇവിടെ വൈബ്രേറ്റ് ചെയ്യുന്നത് ആരാണ്? ഇവിടെ നമ്മൾ ട്യൂണിംഗ് ഫോർക്ക് വെച്ചിട്ടുണ്ട്. ഈ എയർ കോളം വൈബ്രേറ്റ് ചെയ്തിട്ട് ഇതിലെ വെള്ളവും വൈബ്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ എന്താണ്, കുറച്ച് കഴിയുമ്പോൾ ഒരു ലൗഡർ വോയിസ് ഉണ്ടാവും, ലൗഡർ സൗണ്ട് ഉണ്ടാവും എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അവിടെ സംഭവിക്കുന്നത്? യെസ്, ഈ വൈബ്രേറ്റ് ചെയ്യുന്ന ഇതും അതുപോലെ ഈ അതിനകത്ത് എയർ കോളവും പിന്നെ ഇതെവിടെ മുക്കിയിട്ടുള്ളത്, വാട്ടറിലും, ഇവരൊക്കെ എന്താണ് ഒരൊറ്റ വൈബ്രേഷനിൽ വൈബ്രേറ്റ് ചെയ്യുന്നു ഒരു പർട്ടിക്കുലർ ഹൈറ്റിൽ ഇത് വെക്കുമ്പോൾ. അപ്പോൾ ആ സമയത്ത് റെസൊണൻസ് സംഭവിക്കുന്നു. ഓക്കെ, അപ്പോൾ എന്താണ്, യെസ്, ലൗഡർ സൗണ്ട് കേൾക്കുന്നു. ഇതാണ് സംഭവം. ഇത് നിങ്ങൾ റെക്കോർഡിങ്ങിലോ സയൻസ് ഡയറി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായല്ലോ? ഇനി നമുക്ക് റെസൊണൻസ് എവിടെയൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫോഴ്സ്ഡ് വൈബ്രേഷൻസ് എവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, രണ്ടും ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആപ്ലിക്കേഷൻ ഓഫ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആൻഡ് റെസൊണൻസ്. ആപ്ലിക്കേഷൻസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സിമ്പിളായിട്ട് പഠിച്ചു വെക്കാം, എക്സാമിന് സിമ്പിളായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഭാഗങ്ങളാണ് കേട്ടോ ഇതൊക്കെ. ഈ ചാപ്റ്ററിലെ സിമ്പിൾ ഭാഗങ്ങളാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. കുറച്ചുകൂടെ കഴിയുമ്പോൾ സിമ്പിളൊക്കെ തന്നെയാണ്, എന്നാലും പുതിയ കുറച്ച് കണ്ടന്റും കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ വേഗം അപ്പോൾ പഠിച്ചു വെക്കുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ആപ്ലിക്കേഷനാണ് നോക്കാൻ പോകുന്നത്. ജസ്റ്റ് നിങ്ങളത് എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. എന്തൊക്കെയാ? MRI സ്കാനിങ്ങിൽ ഉപയോഗിക്കുന്നുണ്ട്, റേഡിയോ ട്യൂണിങ്ങിൽ ഉപയോഗിക്കുന്നുണ്ട്, ഇൻ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ലൈക്ക് ഗിറ്റാർ, വയലിൻ, വീണ, ഹാർമോണിയം, മൃദംഗം, മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് എല്ലാത്തിലും ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ പിന്നെ അതിവിടെ പറയുന്ന സ്റ്റെതസ്കോപ്പിനെ കുറിച്ചാണ്. നമ്മൾ സ്റ്റെതസ്കോപ്പ് അത് ചിലപ്പോൾ അവർ വിവരിച്ച് തന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ഒരു ചോദ്യമായിട്ട് ഒരു 1 മാർക്കിന് 2 മാർക്കിനൊക്കെ എക്സ്പ്ലനേഷൻ കൊടുക്കുന്ന പോലത്തെ ചോദ്യമായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇത് പഠിക്കണം കേട്ടോ. കാൻ യു ഹിയർ ഈവൻ ദ ഫെയിൻറ്റസ്റ്റ് സൗണ്ട് ഓഫ് ദ ഹാർട്ട് ബീറ്റ് വെൻ യു ലിസൺ ടു ദ സ്റ്റെതസ്കോപ്പ്? സ്റ്റെതസ്കോപ്പ് വെച്ചിട്ട് ഹാർട്ട് ബീറ്റ് നമുക്ക് എങ്ങനെ കേൾക്കാൻ പറ്റുന്നത്? ഹാർട്ട് ബീറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചുമ്മാ കേൾക്കാൻ പറ്റുന്നില്ലല്ലോ. അത് ഒരു ഫീബിൾ ആയിട്ടുള്ള സൗണ്ടാണ്, അല്ലെങ്കിൽ ഫെയിൻ്റ് ആയിട്ടുള്ള സൗണ്ടാണ്. അത് എങ്ങനെയാണ് ഡോക്ടർക്ക് കേൾക്കാൻ പറ്റുന്ന? സ്റ്റെതസ്കോപ്പ് വെച്ച്, ഡോക്ടർക്ക് നല്ല ആർക്കായാലും വെച്ച് കഴിഞ്ഞാൽ കേൾക്കാൻ പറ്റും. അപ്പോൾ എന്താണ് സ്റ്റെതസ്കോപ്പിൽ ഉപയോഗിക്കുന്നത്? എന്താ? ഫോഴ്സ്ഡ് വൈബ്രേഷനും റെസൊണൻസും ആണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, അത് മനസ്സിലാക്കി വെക്കുക. സ്റ്റെതസ്കോപ്പ് യൂസ്ഡ് ടു ലിസൺ ഈവൻ എ ഫീബിൾ സൗണ്ട് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ സൗണ്ട് ഇൻ ദ ബോഡി യൂട്ടിലൈസസ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആൻഡ് റെസൊണൻസ്. ഓക്കെ, പോസ്റ്റ് വൈബ്രേഷനും റെസൊണൻസ് ഉപയോഗിച്ചിട്ടാണ് സ്റ്റെതസ്കോപ്പ് നമുക്ക് ആ ശബ്ദം കേൾപ്പിച്ചു തരുന്നത്. ഇൻ ഇൻസ്ട്രുമെൻറ്റ്സ് ലൈക്ക് മെഗാഫോൺസ്, ഹോൺസ്, മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആൻഡ് സച്ച് ആസ് ട്രംപറ്റ്സ് ആൻഡ് നാഗസ്വരം, ഇതിലെല്ലാത്തിലും എന്ത് തന്നെയാണ്? യെസ്, പോസ്റ്റ് വൈബ്രേഷൻ ആൻഡ് റെസൊണൻസ് ആണ് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ആണ്, അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും കാര്യങ്ങളാണ് എടുക്കുന്നത്. ഇനി നമുക്ക് വേവ് മോഷൻ ആണ്, അതൊരു പുതിയ ടോപ്പിക്കാണ്. അപ്പോൾ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നന്നായി പഠിക്കാം. ഓക്കെ, താങ്ക് യു.